നമസ്കാരം. കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കലെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ നിങ്ങൾ? ചുറ്റുമാരുമില്ലാതെ, സംസാരിക്കാൻ ഒരാളില്ലാതെ, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷേ കുറച്ചു മണിക്കൂറുകൾ, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ. എന്നാൽ വർഷങ്ങളോളം വിജനമായ ഒരു ദ്വീപിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലോ? ഒന്ന് ഓർത്തുനോക്കൂ. ഭ്രാന്ത് പിടിച്ചു പോകും, അല്ലേ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ അങ്ങനെ ഒരാളുടെയാണ്. ലോകസാഹിത്യത്തിലെ അതികായനായ ഡാനിയൽ ഡിഫോയുടെ തൂലികയിൽ നിന്നും പിറന്ന അതിജീവനത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതീകമായ റോബിൻസൺ ക്രൂസോയുടെ കഥ. 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. സാഹസികതയുടെയും സമുദ്രയാത്രകളുടെയും ഒരു സുവർണ കാലഘട്ടം. ലോകത്തിന്റെ അജ്ഞാതമായ കോണുകളിലേക്ക് കപ്പലുകൾ യാത്ര തിരിക്കുകയും പുതിയ നാടുകൾ കണ്ടെത്തുകയും കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിലെ യുവത്വത്തിന്റെ സിരകളിൽ സാഹസികതയുടെ ഒരു ലഹരി പടർന്നു പിടിച്ചിരുന്നു. അത്തരമൊരു യുവാവായിരുന്നു നമ്മുടെ കഥാനായകൻ റോബിൻസൺ ക്രൂസോ. യോർക്ക് എന്ന നഗരത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ക്രൂസോ ജനിച്ചത്. അവന്റെ അച്ഛനൊരു വ്യാപാരിയായിരുന്നു. തന്റെ മകനും അതേ പാത പിന്തുടർന്ന് സുരക്ഷിതമായൊരു ജീവിതം നയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ക്രൂസോയുടെ മനസ്സ് നിറയെ ദൂരദേശങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. അച്ഛന്റെ ഉപദേശങ്ങളെയും അമ്മയുടെ കണ്ണുനീരിനെയും അവഗണിച്ചുകൊണ്ട് തന്റെ 19-ാം വയസ്സിൽ അവൻ തന്റെ ആദ്യത്തെ കപ്പൽ യാത്രയ്ക്കൊരുങ്ങി. ആ യാത്ര അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന സംഭവബഹുലമായൊരു യാത്രയുടെ തുടക്കം മാത്രമായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ആദ്യത്തെ യാത്രയിൽ തന്നെ കടൽച്ചൊറുക്കും കൊടുങ്കാറ്റും അവനെ ഭയപ്പെടുത്തി. ഇനി ഒരിക്കലും കടലിലേക്ക് പോകില്ലെന്ന് അവൻ ശപഥം ചെയ്തു. പക്ഷെ കരയിലെത്തിയപ്പോൾ ആ വാക്കവൻ മറന്നു. വീണ്ടും അവൻ യാത്ര തിരിച്ചു. ഓരോ യാത്രയും അവനെ കൂടുതൽ അനുഭവസമ്പന്നനാക്കി. പക്ഷെ ഓരോ യാത്രയിലും അപകടങ്ങൾ പതിയിരിപ്പുണ്ടായിരുന്നു. ഒരു യാത്രയിൽ കടൽക്കൊള്ളക്കാർ അവനെ പിടികൂടി മൊറോക്കോയിലെ ഒരു അടിമയായി വിറ്റു. അവിടെ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ട് ബ്രസീലിലെത്തിയ അവൻ ഒരു കരിമ്പിൻതോട്ടം ഉടമയായി മാറി. അങ്ങനെ ജീവിതം ഒരു സാധാരണ ഗതിയിലേക്ക് നീങ്ങവേ ആഫ്രിക്കയിൽ നിന്നും അടിമകളെ കൊണ്ടുവരാനുള്ള ഒരു യാത്രയിൽ അവൻ പങ്കാളിയായി. ആ യാത്രയാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിനും പിന്നീട് ലോകം വാഴ്ത്തിയ അതിജീവനത്തിന്റെ ഇതിഹാസത്തിനും കാരണമായത്. അവർ സഞ്ചരിച്ച കപ്പൽ ഒരു ഭീമൻ കൊടുങ്കാറ്റിൽപ്പെട്ട് കരീബിയൻ കടലിലെ ഒരു വിജനമായ ദ്വീപിൽ തകർന്നു. ക്രൂസോ ഒഴികെ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. അവിടെ ആ വിജനമായ ദ്വീപിൽ അടുത്ത 28 വർഷങ്ങൾ റോബിൻസൺ ക്രൂസോ ഒറ്റയ്ക്ക് ജീവിച്ചു. പ്രകൃതിയോടും ഏകാന്തതയോടും സ്വന്തം മനസ്സിനോടും പോരാടി അവൻ അതിജീവനത്തിന്റെ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു. ഇത് ആ കഥയാണ്, ആ ഏകാന്ത ജീവിതത്തിന്റെ, ആ അതിജീവനത്തിന്റെ കഥ. ഒരു നിമിഷം ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. അങ്ങനെ 1632-ൽ ഇംഗ്ലണ്ടിലെ യോർക്ക് പട്ടണത്തിൽ ഒരു നല്ല കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്റെ അച്ഛൻ ജർമ്മനിയിലെ ബ്രമനിൽ നിന്നും കുടിയേറി പാർത്ത ഒരു വ്യാപാരിയായിരുന്നു. അമ്മയുടെ കുടുംബപ്പേരായിരുന്നു റോബിൻസൺ. അതുകൊണ്ടാണ് എനിക്ക് റോബിൻസൺ ക്രൂസോ എന്ന പേര് വന്നത്. എന്റെ കുടുംബത്തിലെ 3ാമത്തെ മകനായിരുന്നു ഞാൻ. എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. മൂത്തയാൾ പട്ടാളത്തിൽ ചേർന്നു, ഫ്രാൻസുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. രണ്ടാമത്തെയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഒരു ഇടത്തരം ജീവിതം നയിക്കാൻ വേണ്ടതെല്ലാം എൻ്റെ അച്ഛൻ എനിക്കായി ഒരുക്കിയിരുന്നു. നല്ല വിദ്യാഭ്യാസം നൽകി. ഒരു വക്കീലാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ തലയിൽ മുഴുവൻ സമുദ്രയാത്രയുടെ സ്വപ്നങ്ങളായിരുന്നു. ലോകം ചുറ്റി സഞ്ചരിക്കണം, പുതിയ നാടുകൾ കാണണമെന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. എൻ്റെ ഈ ആഗ്രഹത്തെ അച്ഛൻ ശക്തമായി എതിർത്തു. കടൽ യാത്ര അപകടം പിടിച്ചതാണെന്നും കരയിൽ സുരക്ഷിതമായി ജീവിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം എന്നെ ഉപദേശിച്ചു. ഒരു ഇടത്തരം ജീവിതം നയിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതമെന്നും അതിൽ ദുരന്തങ്ങളോ വലിയ സന്തോഷങ്ങളോ ഉണ്ടാവില്ല, പക്ഷേ
ശാന്തവും സമാധാനപരവുമായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നെ അരികിൽ വിളിച്ചിരുത്തി എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ അനുഭവം ഓർമ്മിപ്പിച്ചു. പട്ടാളത്തിൽ ചേരാൻ പോയ അവന്റെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ രണ്ടാമത്തെ മകനെക്കുറിച്ചോർത്ത് വിലപിച്ചു. ഞാൻ കൂടി പോയാൽ ആ ദുഃഖം താങ്ങാൻ അവർക്ക് കഴിയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മയും എന്നോട് യാചിച്ചു ഈ ഭ്രാന്തൻ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ. അവരുടെ വാക്കുകൾ എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാം എന്ന് വാക്കുകൊടുത്തു. പക്ഷെ ആ തീരുമാനം കുറച്ചു ദിവസത്തേക്ക് മാത്രമേ നീണ്ടുനിന്നുള്ളൂ. കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ, കപ്പൽ യാത്രയുടെ കഥകൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സ് വീണ്ടും പഴയ സ്വപ്നങ്ങളിലേക്ക് വഴുതി വീഴും. അങ്ങനെയിരിക്കെ ഒരു ദിവസം 1651 സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ ഹൽ എന്ന പട്ടണത്തിലേക്ക് പോയി. അവിടെ വെച്ച് എന്റെ ഒരു സുഹൃത്ത് ലണ്ടനിലേക്ക് കപ്പലിൽ പോകാൻ തയ്യാറെടുക്കുന്നത് കണ്ടു. അവൻ എന്നെയും ക്ഷണിച്ചു. ഒന്നും ആലോചിക്കാതെ, അച്ഛനോടും അമ്മയോടും ഒരു വാക്കുപോലും പറയാതെ ഞാൻ ആ കപ്പലിൽ കയറി. ആ ദിവസം എന്റെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളുടെയും തുടക്കമായിരുന്നു. കപ്പൽ തുറമുഖം വിട്ടപ്പോൾ എന്റെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ സാഹസികതയുടെ ലഹരിയിൽ ഞാനത് മറന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ കടൽ അതിന്റെ ഭീകരരൂപം പുറത്തെടുത്തു. ആകാശം കറുത്തിരുണ്ടു. കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. തിരമാലകൾ പർവ്വതങ്ങൾ പോലെ ഉയർന്നുപൊങ്ങി ഞങ്ങളുടെ കപ്പലിനെ വിഴുങ്ങുമെന്ന് തോന്നി. ജീവിതത്തിൽ ആദ്യമായി കടൽക്ഷോഭം കണ്ട ഞാൻ പേടിച്ചു വിറച്ചു. ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ടു. ഞാൻ എന്റെ അച്ഛന്റെ വാക്കുകൾ ഓർത്തു. വീട്ടിൽ നിന്നും അനുസരണയില്ലാതെ ഇറങ്ങി പുറപ്പെട്ടതിൽ ഞാൻ പശ്ചാത്തപിച്ചു. ഈ യാത്രയിൽ നിന്നും രക്ഷപ്പെട്ടാൽ നേരെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്നും അച്ഛന്റെ കാൽക്കൽ വീണു മാപ്പു ചോദിക്കുമെന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം കൊടുങ്കാറ്റ് ശമിച്ചു. കടൽ ശാന്തമായി. എന്റെ ഭയവും അതോടൊപ്പം കുറഞ്ഞു. കരയെടുത്തപ്പോൾ കപ്പലിലെ മറ്റു യാത്രക്കാർ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഒരു ചെറിയ കാറ്റിൽ പേടിച്ചുപോയ ഭീരു എന്നവർ പറഞ്ഞു. അവരുടെ ചിരിയും വീണിന്റെ ലഹരിയും എന്റെ പശ്ചാത്താപത്തെ ഇല്ലാതാക്കി. ഞാൻ വീട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനം മറന്നു. ലണ്ടനിലെത്തിയപ്പോൾ ഞാൻ മറ്റൊരു കപ്പലിൽ കയറി ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്ര താരതമ്യേന ശാന്തമായിരുന്നു. കച്ചവടം ലാഭകരമായിരുന്നു. ആ യാത്രയിൽ നിന്നും എനിക്ക് കുറച്ചു പണം സമ്പാദിക്കാൻ കഴിഞ്ഞു. ആ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഞാൻ വീണ്ടും യാത്രയ്ക്ക് തയ്യാറായി. പക്ഷേ ഈ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ആഫ്രിക്കൻ തീരത്തിനടുത്തുവച്ച് ഞങ്ങളുടെ കപ്പലിനെ ഒരു കൂട്ടം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചു. അവർ ഞങ്ങളെ കീഴടക്കി മൊറോക്കോയിലെ സാലി എന്ന തുറമുഖത്തേക്ക് കൊണ്ടുപോയി. അവിടെ എന്നെ കപ്പലിന്റെ ക്യാപ്റ്റനെ അടിമയാക്കി മാറ്റി. എന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ അവസാനിച്ചുവെന്ന് ഞാൻ കരുതി. സ്വാതന്ത്ര്യത്തിന്റെ വില ഞാൻ അവിടെ വെച്ചു പഠിച്ചു. 2 വർഷത്തോളം ഞാൻ ആ നരകജീവിതം നയിച്ചു. എങ്കിലും രക്ഷപ്പെടാനുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ കെടാതെ നിലനിന്നു. ഒരു ദിവസം എന്റെ യജമാനൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടി. ഒരു ചെറിയ പായ്വഞ്ചിയിൽ ഞങ്ങൾ കടലിലേക്ക് പോയി. അന്ന് കടലിൽ മൂടൽമഞ്ഞു നിറഞ്ഞിരുന്നതിനാൽ യജമാനൻ എന്നോടും മറ്റൊരടിമയായ സൂരി എന്ന കുട്ടിയോടും കൂടി വഞ്ചിയിൽ കാത്തിരിക്കാൻ പറഞ്ഞു. അതായിരുന്നു എനിക്ക് കിട്ടിയ അവസരം. ഞാൻ സൂര്യയെ എന്റെ കൂടെ വരാൻ പ്രേരിപ്പിച്ചു. ഞങ്ങൾ ആ ചെറിയ വഞ്ചിയിൽ ഭക്ഷണവും വെള്ളവും ആയുധങ്ങളുമായി ആഫ്രിക്കൻ തീരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ദിവസങ്ങളോളം ഞങ്ങൾ കടലിൽ അലഞ്ഞു. പലപ്പോഴും വന്യമൃഗങ്ങളെയും അപരിചിതരായ മനുഷ്യരെയും കണ്ട് ഞങ്ങൾ ഭയന്നു. അടുവിലൊരു പോർച്ചുഗീസ് കപ്പൽ ഞങ്ങളെ കണ്ടു. ആ കപ്പലിന്റെ നല്ലവനായ ക്യാപ്റ്റൻ ഞങ്ങളെ രക്ഷിച്ചു. അദ്ദേഹം എന്നെ ബ്രസീലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ടൊരു ചെറിയ കരിമ്പിൻതോട്ടം വാങ്ങി. അടുത്ത കുറച്ചു വർഷങ്ങൾ ഞാൻ അവിടെ കഠിനാധ്വാനം ചെയ്തു. എന്റെ തോട്ടം വലുതായി. ഞാനൊരു ധനികനായി മാറി. ജീവിതം സുരക്ഷിതമായൊരു പാതയിലേക്ക് നീങ്ങുന്നത് ഞാൻ കണ്ടു. പക്ഷേ എന്റെ ഉള്ളിലെ സാഹസികൻ അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. ഒരു ദിവസം എന്റെ തോട്ടമുടമകളായ ചില സുഹൃത്തുക്കൾ ഒരു പുതിയ പദ്ധതിയുമായി എന്റെ അടുത്തു വന്നു. ആഫ്രിക്കയിൽ പോയി കുറഞ്ഞ വിലയ്ക്ക് അടിമകളെ വാങ്ങി ബ്രസീലിൽ കൊണ്ടുവന്ന് വിൽക്കുക. അതിനുവേണ്ട കപ്പലും ചിലവുകളും അവർ വഹിക്കും. ഞാൻ കൂടെ യാത്ര ചെയ്താൽ മതി. ലാഭത്തിന്റെ ഒരു വലിയ പങ്ക് അവർ എനിക്ക് വാഗ്ദാനം ചെയ്തു. ആ ദുരാഗ്രഹത്തിൽ ഞാൻ വീണ്ടും എന്റെ സുരക്ഷിതമായ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 1659 സെപ്റ്റംബർ 1-ാം തീയതി എന്റെ ദുരിതങ്ങളുടെ തുടക്കമായ അതേ ദിവസം ഞാൻ വീണ്ടും കപ്പൽ കയറി. യാത്ര തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ആ കാറ്റൊരു ഭീകരരൂപം പ്രാപിച്ച് ഞങ്ങളുടെ കപ്പലിനെ ആക്രമിച്ചു. 12 ദിവസത്തോളം ഞങ്ങൾ കൊടുങ്കാറ്റിൽപ്പെട്ടുഴറി. കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു.
ഞങ്ങൾ എവിടെയാണെന്നോ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നോ ഞങ്ങൾക്കൊരു രൂപവുമില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ കപ്പലൊരു മണൽത്തിട്ടയിൽ ഇടിച്ചു നിന്നു. തിരമാലകൾ ആർത്തളച്ചുകൊണ്ട് കപ്പലിന്റെ മുകളിലൂടെ കയറിയിറങ്ങി. കപ്പൽ ഏതു നിമിഷവും തകരുമെന്ന് ഞങ്ങൾക്കുറപ്പായി. രക്ഷപ്പെടാൻ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കപ്പലിലുണ്ടായിരുന്ന ഒരു ചെറിയ ബോട്ട് ഞങ്ങൾ കടലിലിറക്കി. 11 പേരും ആ ബോട്ടിൽ കയറി. പക്ഷേ ആ ബോട്ട് കരയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനു മുൻപ് ഒരു ഭീമൻ തിരമാല ഞങ്ങളെ വിഴുങ്ങി. ആ നിമിഷം എന്റെ ബോധം മറഞ്ഞു. കണ്ണു തുറന്നപ്പോൾ ഞാൻ തിരമാലകളോട് മല്ലിടുകയായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റാരെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ജീവനുവേണ്ടിയുള്ള ഒരവസാന ശ്രമമെന്നോണം ഞാൻ എന്റെ സർവ്വശക്തിയും എടുത്ത് നീന്തി. ഒടുവിൽ മറ്റൊരു വലിയ തിരമാല എന്നെ കരയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ ആ വിജനമായ തീരത്ത് പാതി ജീവനുമായി ഞാൻ കിടന്നു. എനിക്ക് ചുറ്റും തിരമാലകളുടെ ഇരമ്പൽ മാത്രം. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും മരിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. ആ സത്യം എന്നിൽ സന്തോഷത്തേക്കാളേറെ ഭയമാണ് നിറച്ചത്. കാരണം ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതൊരു ദ്വീപാണോ അതോ വൻകരയാണോ? ഇവിടെ മനുഷ്യരുണ്ടോ അതോ വന്യമൃഗങ്ങളാണോ? ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇരുട്ടു വീണു തുടങ്ങിയപ്പോൾ ഒരു മരത്തിനു മുകളിൽ കയറി ഞാൻ രാത്രി കഴിച്ചുകൂട്ടി. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ കഠാരയും കുറച്ചു പുകയിലയും മാത്രം. വിശപ്പും ദാഹവും ഭയവും എന്നെ തളർത്തി. ആ മരക്കൊമ്പിലിരുന്ന് എന്റെ മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ആ അജ്ഞാതമായ ആ ഭൂമിയിലേക്ക് നോക്കി ഞാൻ പ്രാർത്ഥിച്ചു. അതായിരുന്നു ആ ദ്വീപിലെ എന്റെ ആദ്യത്തെ രാത്രി, എന്റെ 28 വർഷത്തെ ഏകാന്തവാസത്തിന്റെ തുടക്കം. പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ സൂര്യരശ്മികൾ എങ്ങും പരന്നിരുന്നു. കൊടുങ്കാറ്റ് പൂർണ്ണമായും ശമിച്ചിരുന്നു. കടൽ ശാന്തമായിരുന്നു. ഞാൻ മരത്തിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. അപ്പോഴാണ് ആ കാഴ്ച എന്റെ കണ്ണിൽപ്പെട്ടത്. ഞങ്ങളുടെ കപ്പൽ, തകർന്ന കപ്പൽ, തീരത്തുനിന്നും ഏകദേശം 1 മൈൽ ദൂരെയായി മണൽത്തിട്ടയിൽ ഉറച്ചു നിൽക്കുന്നു. രാത്രിയിലെ വേലിയേറ്റത്തിൽ അത് കൂടുതൽ ഉറച്ചുപോയതാവണം. ആ കാഴ്ച എന്റെ മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ തിരുനാളം കൊളുത്തി. എന്റെ ആദ്യത്തെ ആവശ്യം ദാഹമകറ്റുക എന്നതായിരുന്നു. ഞാൻ ദ്വീപിന്റെ ഉൾഭാഗത്തേക്ക് നടന്നു. ഭാഗ്യത്തിന് അധികം ദൂരെയല്ലാതെ ശുദ്ധജലമൊഴുകുന്ന ഒരു ചെറിയ അരുവി ഞാൻ കണ്ടെത്തി. ഞാനത് മതിവരുവോളം കുടിച്ചു. എന്റെ ക്ഷീണം പകുതിയും മാറിയതുപോലെ തോന്നി. വിശപ്പെന്നെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തു കഴിക്കണമെന്നെനിക്കറിയില്ലായിരുന്നു. ആ ദ്വീപിൽ എനിക്ക് ഭക്ഷ്യയോഗ്യമായ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നെനിക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. എന്റെ ചിന്തകൾ മുഴുവൻ ആ കപ്പലിനെക്കുറിച്ചായിരുന്നു. അതിനുള്ളിൽ ഭക്ഷണമുണ്ടാകും, വസ്ത്രങ്ങളുണ്ടാകും, അതിജീവനത്തിനാവശ്യമായ പല സാധനങ്ങളുമുണ്ടാകും. അതെല്ലാം എങ്ങനെയെങ്കിലും ഈ തീരത്തെത്തിക്കണം. അതായിരുന്നു എന്റെ മുന്നിലുള്ള ഏക രക്ഷാമാർഗം. ഞാൻ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് കടലിലേക്ക് നീന്തി. കപ്പലിനടുത്തേക്ക് നീന്തുക എളുപ്പമായിരുന്നില്ല. തിരമാലകൾ എന്നെ പിന്നോട്ട് തള്ളിക്കൊണ്ടിരുന്നു. പക്ഷേ എന്റെ ജീവൻ ആ കപ്പലിനെ ആശ്രയിക്കുന്നു എന്ന ചിന്ത എനിക്ക് കൂടുതൽ ശക്തി നൽകി. ഏകദേശം അരമണിക്കൂർ നീന്തിയതിനു ശേഷം ഞാൻ കപ്പലിന്റെ അരികിലെത്തി. കപ്പലിൽ കയറിപ്പറ്റുക എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. അതിന്റെ വശങ്ങൾ വളരെ ഉയരമുള്ളതും മിനുസമുള്ളതുമായിരുന്നു. ഭാഗ്യത്തിന് കപ്പലിന്റെ ഒരു വശത്തുനിന്നും ഒരു കയർ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അതിൽ പിടിച്ചു കയറി ഞാൻ കപ്പലിന്റെ മുകളിലെത്തി. കപ്പലിന്റെ ഉൾഭാഗം ഒരു യുദ്ധക്കളം പോലെയായിരുന്നു. എല്ലാം ചിതറിക്കിടക്കുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, കപ്പലിന്റെ പിൻഭാഗം, അതായത് സാധനങ്ങൾ സൂക്ഷിക്കുന്ന അറകൾ, ഏതാണ്ട് കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഭക്ഷണസാധനങ്ങൾ നിറച്ച പെട്ടികൾ ഞാൻ കണ്ടു. ബിസ്ക്കറ്റുകൾ, അരി, ചീസ്, ഉണക്കിയ മാംസം എല്ലാം വെള്ളം കയറാത്ത വീപ്പകളിലും പെട്ടികളിലുമായി ഭദ്രമായിരുന്നു. ഇവയെല്ലാം എങ്ങനെ കരയിലെത്തിക്കുമെന്നായിരുന്നു എന്റെ അടുത്ത ചിന്ത. എനിക്ക് നീന്തിക്കൊണ്ട് ഇവയൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോഴാണ് കപ്പലിൽ പൊട്ടിക്കിടക്കുന്ന കുറെ മരത്തടികളും പായ്മരങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവയെല്ലാം കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതൊരു കഠിനമായ ജോലിയായിരുന്നു. എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ കപ്പലിൽ ഒരു മരപ്പണിക്കാരന്റെ പെട്ടി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ നിറയെ ആയുധങ്ങളുണ്ടായിരുന്നു. കോടാലി, വാൾ, ചുറ്റിക, ആണികൾ. ദൈവമേ, ആ നിമിഷം സ്വർണം കിട്ടിയതിനേക്കാൾ സന്തോഷം എനിക്ക് തോന്നി. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഞാൻ മണിക്കൂറുകളോളം അധ്വാനിച്ച് ഒരു ചെറിയ ചങ്ങാടം നിർമ്മിച്ചു. അതിനുശേഷം എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്ര സാധനങ്ങൾ ഞാൻ ആ ചങ്ങാടത്തിലേക്ക് കയറ്റി. 3 വലിയ പെട്ടികളിൽ നിറയെ ഭക്ഷണസാധനങ്ങൾ, അരി, റൊട്ടി, ചീസ്, ധാന്യങ്ങൾ. മരപ്പണിക്കാരന്റെ ആയുധപ്പെട്ടിയും തോക്കുകളും വെടിമരുന്നും നിറച്ച കുറേ പെട്ടികളും ഞാനതിൽ വെച്ചു. വസ്ത്രങ്ങൾ, പായകൾ, കയറുകൾ തുടങ്ങി കണ്ണിൽ കണ്ടതെല്ലാം ഞാൻ ശേഖരിച്ചു. ചങ്ങാടം ഏതാണ്ട് മുങ്ങുമെന്ന അവസ്ഥയിലായി. അതിനുശേഷം വളരെ ശ്രദ്ധയോടെ ഞാൻ ആ ചങ്ങാടം കരയെ ലക്ഷ്യമാക്കി നീക്കി. ഭാഗ്യത്തിന് കാറ്റുമൊഴുക്കും എനിക്ക് അനുകൂലമായിരുന്നു. ഒരു തുഴ ഉപയോഗിച്ച് ദിശ നിയന്ത്രിച്ച് ഞാൻ പതുക്കെ കരയിലേക്ക് നീങ്ങി. ഒടുവിൽ ഞാൻ പുറപ്പെട്ട അതേ സ്ഥലത്ത് ആ ചെറിയ അരുവിയുടെ അരികിൽ എന്റെ ചങ്ങാടം സുരക്ഷിതമായി എത്തി. ആ നിമിഷം എന്റെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞു.
എന്റെ ആദ്യത്തെ വിജയം. ചങ്ങാടത്തിലെ സാധനങ്ങൾ ഓരോന്നായി ഞാൻ കരയിലേക്കിറക്കി വെച്ചു. അന്ന് രാത്രി ഞാൻ ആ സാധനങ്ങൾക്ക് ചുറ്റും പെട്ടികളും പലകകളും വെച്ച് ഒരു താൽക്കാലിക മറയുണ്ടാക്കി. കപ്പലിൽ നിന്നും കിട്ടിയ ഒരു വലിയ പായയെടുത്ത് അതിനു മുകളിൽ വിരിച്ചു. അതായിരുന്നു എന്റെ ആദ്യത്തെ വീട്. ആ രാത്രി വിശപ്പടക്കി സുരക്ഷിതമായ ഒരിടത്ത് ഞാൻ ഉറങ്ങി. അടുത്ത ദിവസങ്ങളിലും ഞാൻ എന്റെ കപ്പലിലേക്കുള്ള യാത്ര തുടർന്നു. ഓരോ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ ഞാൻ കരയിലെത്തിച്ചു. ആണികൾ, സ്ക്രൂകൾ, തുണികൾ, കയറുകൾ, കപ്പലിന്റെ പായകൾ, മഴു തുടങ്ങി എന്റെ ഭാവി ജീവിതത്തിനാവശ്യമായേക്കാവുന്നതെല്ലാം ഞാൻ ശേഖരിച്ചു. ഒരു യാത്രയിൽ എനിക്ക് കുറച്ച് നാണയങ്ങൾ കിട്ടി, സ്വർണവും വെള്ളിയും. ആ വിജനമായ ദ്വീപിൽ ഒരു വിലയുമില്ലാത്ത ആ ലോഹക്കഷണങ്ങൾ നോക്കി ഞാൻ ചിരിച്ചു. എങ്കിലും ഒരു നാൾ രക്ഷപ്പെട്ടാൽ ഉപകാരപ്പെട്ടേക്കാമെന്ന് കരുതി ഞാൻ അതും കൂടെ എടുത്തു. ഏകദേശം 12 തവണ ഞാൻ കപ്പലിലേക്ക് പോയി. ഓരോ തവണയും വിലപ്പെട്ട എന്തെങ്കിലും ഞാൻ കണ്ടെത്തി. 13ാമത്തെ ദിവസം ഞാൻ കരയിൽ നിൽക്കുമ്പോൾ ആകാശം വീണ്ടും ഇരുണ്ടു. ശക്തമായ കാറ്റു വീശാൻ തുടങ്ങി. അന്ന് രാത്രി മറ്റൊരു വലിയ കൊടുങ്കാറ്റുണ്ടായി. പിറ്റേന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ എന്റെ കപ്പൽ നിന്നിരുന്ന സ്ഥലത്ത് ഒന്നുമില്ലായിരുന്നു. കൊടുങ്കാറ്റ് അതിനെ പൂർണ്ണമായും തകർത്ത് കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഞാൻ ശരിക്കും ഒറ്റയ്ക്കായി. എന്റെയും പുറം ലോകവും തമ്മിലുണ്ടായിരുന്ന അവസാനത്തെ കണ്ണിയും മറ്റുപോയിരിക്കുന്നു. പക്ഷേ എന്റെ മുന്നിൽ ആ വിജനമായ തീരത്ത് എന്റെ അതിജീവനത്തിന്റെ ഏക ആശ്രയമായ ആ സാധനങ്ങളുടെ കൂമ്പാരമുണ്ടായിരുന്നു. ആയുധങ്ങൾ, ഭക്ഷണം, വസ്ത്രങ്ങൾ, പണിയായുധങ്ങൾ. ഒരു മനുഷ്യന് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടതെല്ലാം അതിലുണ്ടായിരുന്നു. ആ നിമിഷം എന്റെ ഏകാന്തതയിലും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ആ കപ്പൽ അവിടെ കുറച്ചു ദിവസം കൂടി നിന്നില്ലായിരുന്നെങ്കിൽ എന്റെ അതിജീവനം അസാധ്യമാകുമായിരുന്നു. ഇനി ഈ ദ്വീപിൽ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ എന്റെ ജീവിതം കെട്ടിപ്പടുക്കണം. എന്റെ മുന്നിൽ ആ വിജനമായ തീരത്ത് എന്റെ അതിജീവനത്തിന്റെ ഏക ആശ്രയമായ ആ സാധനങ്ങളുടെ കൂമ്പാരം. അവയെ സുരക്ഷിതമാക്കുക, എനിക്കൊരു അഭയകേന്ദ്രം കണ്ടെത്തുക എന്നതായിരുന്നു എന്റെ ആദ്യത്തെ ലക്ഷ്യം. മഴയിൽ നിന്നും വെയിലിൽ നിന്നും, ഒരുപക്ഷെ എനിക്കറിയാത്ത വന്യമൃഗങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എനിക്ക് സംരക്ഷണം വേണമായിരുന്നു. അതോടൊപ്പം കടലിലേക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം. എപ്പോഴെങ്കിലും ഒരു കപ്പൽ ആ വഴി വന്നാൽ അത് കാണാതെ പോകരുത്. ഈ ചിന്തകളുമായി ഞാൻ ദ്വീപിന്റെ പല ഭാഗങ്ങളിലായി സഞ്ചരിച്ചു. ഒടുവിൽ എന്റെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരിടം ഞാൻ കണ്ടെത്തി. ഒരു വലിയ പാറക്കെട്ടിനു മുൻപിലായി നിരപ്പായ ഒരു ചെറിയ സ്ഥലം. ആ പാറക്കെട്ട് എന്റെ താമസസ്ഥലത്തിന് ഒരു സ്വാഭാവികമായ പിൻഭിത്തിയായി മാറും. മുന്നിൽ വിശാലമായ കടൽ കാണാൻ കഴിയുന്ന ഒരു തുറന്ന പ്രദേശം. തൊട്ടടുത്ത് തന്നെ ശുദ്ധജലമൊഴുകുന്ന എന്റെ അരുവിയുമുണ്ടായിരുന്നു. ഞാൻ എന്റെ പദ്ധതി തയ്യാറാക്കി. ഒരു കോട്ട പോലെ സുരക്ഷിതമായ ഒരു വാസസ്ഥലം നിർമ്മിക്കുക. ഞാൻ കപ്പലിൽ നിന്നും കൊണ്ടുവന്ന മരത്തടികളും കയറുകളും ഉപയോഗിച്ച് ആ പാറക്കെട്ടിനു മുൻപിലായി ഒരർദ്ധവൃത്താകൃതിയിൽ ഞാൻ വേലി കെട്ടാൻ തുടങ്ങി. അതൊരു സാധാരണ വേലിയായിരുന്നില്ല. കൂർത്ത മുനകളുള്ള ഉയരമുള്ള മരക്കുറ്റികൾ 2 വരികളായി ഒന്നിനോടൊന്ന് ചേർത്ത് ഞാൻ നിലത്തുറപ്പിച്ചു. ആ 2 വരികൾക്കിടയിലുള്ള സ്ഥലം ഞാൻ കപ്പലിൽ നിന്നും കൊണ്ടുവന്ന കയറുകൾ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കി. അതിനുശേഷം ആ വേലിയുടെ പുറംഭാഗത്ത് ഞാൻ മണ്ണും പുല്ലും വെച്ച് നിറച്ചു. കാലക്രമേണ അതൊരു മൺഭിത്തി പോലെ ഉറയ്ക്കുമെന്ന് ഞാൻ കണക്കുകൂട്ടി. ഈ വേലിക്ക് ഞാൻ ഒരു വാതിലും വെച്ചില്ല. പകരം ഒരു ചെറിയ കോണി ഉപയോഗിച്ച് അകത്തേക്ക് കടക്കുകയും തിരികെ ഇറങ്ങുകയും ചെയ്യുക എന്നതായിരുന്നു എന്റെ പദ്ധതി. രാത്രിയിലോ അപകടമുണ്ടാകുമ്പോഴോ ആ കോണി എനിക്ക് അകത്തേക്ക് വലിച്ചുവയ്ക്കാം. അങ്ങനെ പുറത്തുനിന്നും ആർക്കും എളുപ്പത്തിൽ എന്റെ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഈ വേലിയുടെ പണി പൂർത്തിയായപ്പോൾ എന്റെ അടുത്ത ജോലി തീരത്ത് കൂട്ടിയിട്ടിരുന്ന എന്റെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റുക എന്നതായിരുന്നു. അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. ഓരോ പെട്ടിയും ഓരോ വീപ്പയും ഓരോ ആയുധവും ഞാൻ എന്റെ തോളിൽ ചുമന്ന് എന്റെ പുതിയ വാസസ്ഥലത്തേക്ക് എത്തിച്ചു. ദിവസങ്ങളെടുത്തു ആ ജോലി പൂർത്തിയാക്കാൻ. എല്ലാ സാധനങ്ങളും എന്റെ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതമായപ്പോൾ ഞാൻ പാറക്കെട്ടിനുള്ളിലേക്കൊരു ഗുഹ തുരന്നുണ്ടാക്കാൻ തുടങ്ങി. അതായിരുന്നു എന്റെ യഥാർത്ഥ വീട്. എന്റെ കിടപ്പിമുറിയും ഭക്ഷണശാലയും സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള അറയുമെല്ലാം ആ ഗുഹയ്ക്കുള്ളിലായിരുന്നു. കപ്പലിൽ നിന്നും കിട്ടിയ മഴുവും മറ്റായുധങ്ങളും ഉപയോഗിച്ച് ഞാൻ ദിവസങ്ങളോളം ആ പാറ തുരന്നു. അതൊരു കഠിനമായ ജോലിയായിരുന്നു. പക്ഷേ ഓരോ ദിവസവും എന്റെ ഗുഹ വലുതായി വരുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ ക്ഷീണം മറക്കും. അവസാനം എന്റെ വീട് തയ്യാറായി. പുറത്ത് ശത്രുക്കൾക്ക് കടക്കാൻ കഴിയാത്ത ഒരു കോട്ട, അതിനുള്ളിൽ മഴയും വെയിലുമേൽക്കാത്ത സുരക്ഷിതമായ ഒരു ഗുഹ.
കപ്പലിൽ നിന്നും കിട്ടിയ ഒരു വലിയ പായ ഉപയോഗിച്ച് ഞാൻ എന്റെ കോട്ടയുടെ മുകൾ ഭാഗം മറച്ചു. അത് വെയിലിൽ നിന്നും മഴയിൽ നിന്നും എനിക്കൊരു സംരക്ഷണം നൽകി. എന്റെ സാധനങ്ങളെല്ലാം ഞാൻ ഗുഹയ്ക്കുള്ളിൽ ഭദ്രമായി അടുക്കിവെച്ചു. തോക്കുകൾ ഒരിടത്ത്, വെടിമരുന്ന് മറ്റൊരിടത്ത്, ഭക്ഷണസാധനങ്ങൾ വേറൊരിടത്ത്, എല്ലാം ഒരു ചിട്ടയോടെ. അങ്ങനെ ആ ദ്വീപിൽ എനിക്ക് സ്വന്തമായി ഒരു വീടായി. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ സുരക്ഷിതത്വത്തിന്റെ ഒരു തോന്നലോടെ ഞാൻ ആദ്യമായി ഉറങ്ങി. പുറത്ത് രാത്രിയുടെ നിശബ്ദതയും കാടിന്റെ ശബ്ദങ്ങളും, ഉള്ളിൽ എന്റെ അധ്വാനത്തിന്റെ ഫലം. ആ നിമിഷം എന്റെ ഏകാന്തതയിലും ഞാനൊരു ചെറിയ സന്തോഷം അനുഭവിച്ചു. ഞാൻ അതിജീവിക്കുകയായിരുന്നു. വെറുതെ കാത്തിരിക്കുകയായിരുന്നില്ല, മറിച്ച് എന്റെ ജീവിതം ഞാൻ തന്നെ കെട്ടിപ്പടുക്കുകയായിരുന്നു. എന്റെ കോട്ടയ്ക്കുള്ളിൽ, എന്റെ ഗുഹയിൽ എന്റെ സാധനങ്ങളെല്ലാം സുരക്ഷിതമായപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും വരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കാരണം മനുഷ്യന്റെ മനസ്സിനെ ഭ്രാന്തിൽ നിന്നും രക്ഷിക്കുന്നത് ഒരു ചിട്ടയായ ജീവിതമാണ്. ഇവിടെ ഈ വിജനതയിൽ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. എന്റെ ചിന്തകൾക്കൊരു കടിഞ്ഞാണമില്ലെങ്കിൽ അത് കാടുകയറി പോകാൻ അധികം സമയം വേണ്ട. ആദ്യമായി ഞാൻ കാലത്തിന്റെ കണക്ക് സൂക്ഷിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, അവയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ ഏതു ദിവസമാണ് ഇവിടെ എത്തിയതെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു വലിയ മരത്തടി കൊണ്ട് ഒരു കുരിശുണ്ടാക്കി ഞാൻ കപ്പലിൽ നിന്നിറങ്ങിയ അതേ സ്ഥലത്ത് അത് നാട്ടി. അതിൽ ഞാൻ ദ്വീപിലെത്തിയെന്ന് വിശ്വസിക്കുന്ന തീയതി കൊത്തിവെച്ചു, സെപ്റ്റംബർ 30, 1659. അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ ആ കുരിശിന്മേൽ ഒരു ചെറിയ വര ഞാൻ കൊത്തിവെക്കും. എല്ലാ ഞായറാഴ്ചയും ആ വര കുറച്ചുകൂടി വലുതായിരിക്കും. ഓരോ മാസത്തിന്റെയും 1-ാം തീയതി ആ വര മറ്റെല്ലാത്തിനേക്കാളും വലുതായിരിക്കും. അങ്ങനെ എന്റെ കലണ്ടർ തയ്യാറായി. ആ കുരിശ് കാലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി അവിടെ നിന്നു. അടുത്തതായി ഞാനൊരു ഡയറി എഴുതാൻ തുടങ്ങി. കപ്പലിൽ നിന്നും കിട്ടിയ സാധനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് കടലാസും മഷിയും പേനയും ഉണ്ടായിരുന്നു. എന്റെ ചിന്തകളെയും ഭയങ്ങളെയും അനുഭവങ്ങളെയും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും അതിൽ പകർത്താൻ ഞാൻ തീരുമാനിച്ചു. ആരുമില്ലാത്ത ഈ ലോകത്ത് ആ കടലാസുകളോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഏകാന്തതയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഞാൻ എന്റെ ഡയറിയിൽ ആദ്യമായി എഴുതിയത് എന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പായിരുന്നു. ഒരു കടലാസിന്റെ നടുവിലൊരു വര വരച്ച് ഒരു വശത്ത് തിന്മയെന്നും മറുവശത്ത് നന്മയെന്നും ഞാൻ എഴുതി. തിന്മയുടെ കോളത്തിൽ ഞാൻ ഇങ്ങനെ കുറിച്ചു: ഞാനൊരു ഭയാനകമായ വിജനദ്വീപിൽ അകപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്റെ കൂട്ടുകാരെല്ലാം മരിച്ചു. ഞാൻ മാത്രം ഒറ്റയ്ക്ക്. എനിക്ക് വസ്ത്രങ്ങളില്ല, പ്രതിരോധിക്കാൻ ആയുധങ്ങളുമില്ല, സംസാരിക്കാൻ ഒരു മനുഷ്യജീവി പോലുമില്ല. പക്ഷേ നന്മയുടെ കോളത്തിൽ ഞാൻ എഴുതിയത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ ഞാൻ ജീവനോടെ ഇരിക്കുന്നു, മുങ്ങി മരിച്ചിട്ടില്ല. ഈ ദ്വീപിൽ വന്യജീവികളോ എന്നെ ഉപദ്രവിക്കാൻ മനുഷ്യരോ ഇല്ല. എനിക്ക് വിശപ്പടക്കാൻ ആവശ്യത്തിലധികം ഭക്ഷണമുണ്ട്. ഞാൻ നഗ്നനല്ല, എനിക്ക് വസ്ത്രങ്ങളുണ്ട്. ഇങ്ങനെ എന്റെ ഓരോ ദുരിതത്തിനും ഒരാശ്വാസം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു. ആ തിരിച്ചറിവ് എന്റെ മനസ്സിന് വലിയ ശക്തി നൽകി. അങ്ങനെ എന്റെ ജീവിതം ഒരു ചിട്ടയിലേക്ക് വന്നു. എല്ലാ ദിവസവും രാവിലെ തോക്കുമായി ഞാൻ കുറച്ചുനേരം വേട്ടയ്ക്കിറങ്ങും. ദ്വീപിൽ ധാരാളം ആടുകളുണ്ടായിരുന്നു. അവയെ വെടിവെച്ച് ഞാൻ എന്റെ ഭക്ഷണത്തിനുള്ള മാംസം കണ്ടെത്തി. പക്ഷേ വെടിമരുന്ന് തീരുമോ എന്ന ഭയം എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനാൽ അത് വളരെ ശ്രദ്ധയോടെ മാത്രമേ ഞാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ. വേട്ട കഴിഞ്ഞു വന്നാൽ ഏകദേശം 11 മണിവരെ ഞാൻ എന്റെ വീടിന്റെ പണികളിൽ മുഴുകും. ഗുഹ വലുതാക്കുക, സാധനങ്ങൾ അടുക്കിവെക്കുക, പുതിയ എന്തെങ്കിലും ഉപകരണങ്ങൾ നിർമ്മിക്കുക, അങ്ങനെ എന്തെങ്കിലും. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിക്കും. ഉച്ചയ്ക്ക് ശേഷം ഏറ്റവും ചൂടുള്ള സമയത്ത് ഞാൻ എന്റെ ഗുഹയിൽ വിശ്രമിക്കും. വൈകുന്നേരം ചൂട് കുറയുമ്പോൾ ഞാൻ ദ്വീപിന്റെ പുതിയ ഭാഗങ്ങൾ തേടി യാത്രയാകും. ഓരോ യാത്രയിലും ഞാൻ പുതിയ എന്തെങ്കിലും കണ്ടെത്തും. ഒരു പുതിയതരം പഴം, ഒരു പുതിയ ചെടി, അല്ലെങ്കിൽ മനോഹരമായ ഒരു താഴ്വര. സൂര്യാസ്തമയത്തിനു മുൻപ് ഞാൻ എന്റെ കോട്ടയിലേക്ക് മടങ്ങിയെത്തും. രാത്രിയുടെ വരവോടെ ഞാൻ എന്റെ കൂണി അകത്തേക്ക് വലിച്ചുവെച്ച് എന്റെ ലോകം സുരക്ഷിതമാക്കും. അതിനുശേഷം അത്താഴം കഴിച്ച് എന്റെ ഡയറിയിൽ അന്നത്തെ ദിവസത്തെക്കുറിച്ച് എഴുതി ഞാൻ ഉറങ്ങാൻ കിടക്കും. ഇങ്ങനെ ഓരോ ദിവസവും ഒരേപോലെ കടന്നുപോകാൻ തുടങ്ങി. ആവർത്തനത്തിന്റെ ആ താളം എന്റെ ഏകാന്തതയുടെ ആഴങ്ങളിൽ എനിക്കൊരു കൂട്ടായി മാറി. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി. എന്റെ ജീവിതം ഒരു താളത്തിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എന്റെ മനസ്സിലെപ്പോഴും ഒരു ഭയമുണ്ടായിരുന്നു. എന്റെ ഭക്ഷണ സാധനങ്ങൾ ഒരുനാൾ തീരുമല്ലോ, എന്റെ വെടിമരുന്ന് ഒരുനാൾ തീരുമല്ലോ, അന്ന് ഞാൻ എന്തു ചെയ്യും? ഈ ചിന്ത എന്നെ എപ്പോഴും അലട്ടിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അത്ഭുതകരമായ ഒരു സംഭവം നടന്നു.
മാസങ്ങൾക്ക് മുൻപ് കപ്പലിൽ നിന്നും കൊണ്ടുവന്ന ഒരു ചാക്ക്, അതിൽ കോഴിക്കു കൊടുക്കുന്ന കുറച്ച് കാലിത്തീറ്റയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതി ഞാൻ എന്റെ കോട്ടയ്ക്ക് പുറത്തുള്ള ഒരു പാറയുടെ ഓരത്തേക്ക് കുടഞ്ഞിട്ടിരുന്നു. ഞാനത് മറന്നുപോവുകയും ചെയ്തു. ഒരു ദിവസം ആ വഴി പോയപ്പോൾ ഞാൻ ആ കാഴ്ചകൊണ്ട് അത്ഭുതപ്പെട്ടുപോയി. അവിടെ ആ പാറയുടെ അരികിൽ കുറച്ചു പച്ച ഇലകൾ മുളച്ചു നിൽക്കുന്നു. യൂറോപ്പിൽ ഞാൻ കണ്ടുപരിചയമുള്ള ബാർലിയുടെയും അരിയുടെയും തൈകളായിരുന്നു അത്. ആദ്യം എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ ദ്വീപിൽ, ഈ മണ്ണിൽ എങ്ങനെ ഈ ധാന്യങ്ങൾ മുളച്ചു? പിന്നീട് ഞാൻ ഓർത്തു, ഞാൻ കുടഞ്ഞിട്ട ആ ചാക്കിൽ എലികൾ തിന്നാതെ ബാക്കിവെച്ച കുറച്ച് ധാന്യമണികൾ ഉണ്ടായിരുന്നിരിക്കണം. ഇവിടുത്തെ മഴയും വെയിലും അതിന് ജീവൻ നൽകിയിരിക്കുന്നു. ആ നിമിഷം എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതൊരു സാധാരണ സംഭവമായി കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത് ദൈവത്തിന്റെ ഒരു അടയാളമാണ്. അവിടുന്ന് എന്നെ കൈവിട്ടിട്ടില്ല എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ ആ തൈകളെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു. അതിനു ചുറ്റും ഒരു വേലി കെട്ടി ആടുകൾ തിന്നാതെ ഞാൻ സംരക്ഷിച്ചു. മാസങ്ങൾക്ക് ശേഷം അത് വിളഞ്ഞു. എന്റെ ആദ്യത്തെ വിളവെടുപ്പ്. എനിക്ക് കിട്ടിയത് വളരെ കുറച്ച് ധാന്യമണികൾ മാത്രമായിരുന്നു. പക്ഷേ അതെനിക്ക് സ്വർണത്തേക്കാൾ വിലപ്പെട്ടതായിരുന്നു. ആ ധാന്യങ്ങൾ ഞാൻ കഴിച്ചില്ല. അടുത്ത കൃഷിക്കുള്ള വിത്തായി ഞാനത് മുഴുവൻ സൂക്ഷിച്ചുവെച്ചു. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങി, കൃഷി. ഞാൻ എന്റെ കോട്ടയ്ക്കടുത്തുള്ള കുറച്ചു സ്ഥലം കൃഷിക്കായി ഒരുക്കി. മണ്ണ് കിളച്ചുമറിച്ച് ഞാൻ ആ വിത്തുകൾ പാകി. മഴക്കാലം വന്നപ്പോൾ അത് കിളിർത്തു. വീണ്ടും ഞാൻ വിളവെടുത്തു. ഇത്തവണ കുറച്ചുകൂടി കൂടുതൽ കിട്ടി. അങ്ങനെ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ എനിക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ ധാന്യം എന്റെ കൃഷിയിടത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഞാൻ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന മുന്തിരി വള്ളികൾ നട്ടുപിടിപ്പിച്ചു. അത് പടർന്നു പന്തലിച്ച് എനിക്ക് ധാരാളം മുന്തിരിപ്പഴങ്ങൾ നൽകി. ആ മുന്തിരി ഉണക്കി ഞാൻ ഉണക്കമുന്തിരി ഉണ്ടാക്കാൻ പഠിച്ചു. ജീവിതം കൂടുതൽ സുരക്ഷിതമായെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഇപ്പോഴെനിക്ക് ഭക്ഷണത്തിന് വേട്ടയെ മാത്രം ആശ്രയിക്കേണ്ടതില്ല. പക്ഷേ എന്റെ ജീവിതത്തിലെ അസൗകര്യങ്ങൾ അപ്പോഴും ബാക്കിയായിരുന്നു. എനിക്കൊരു മേശയോ കസേരയോയുണ്ടായിരുന്നില്ല. നിലത്തിരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു മേശയും കസേരയും ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. അതൊരെളുപ്പമുള്ള പണിയായിരുന്നില്ല. എന്റെ കയ്യിൽ ശരിയായ ആയുധങ്ങളുണ്ടായിരുന്നെങ്കിലും ഒരു മരപ്പണിക്കാരന്റെ വൈദഗ്ധ്യം എനിക്കില്ലായിരുന്നു. ഞാനൊരു മരം മുറിച്ച് അതിനെ പലകകളാക്കി മാറ്റി. ദിവസങ്ങളെടുത്തു ആ ജോലി പൂർത്തിയാക്കാൻ. അതിനുശേഷം ആ പലകകൾ ചെത്തിമിനുക്കി ആണികൾ ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിച്ച് ഞാൻ എന്റെ ആദ്യത്തെ മേശയും കസേരയും ഉണ്ടാക്കി. അത് കാണാനൊരു ഭംഗിയുമുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ സ്വന്തം കസേരയിലിരുന്ന് എന്റെ സ്വന്തം മേശപ്പുറത്ത് ഭക്ഷണം വെച്ച് കഴിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ എന്റെ ദ്വീപിലെ ജീവിതം പതുക്കെ പതുക്കെ രൂപപ്പെട്ടുവന്നു. എന്റെ കോട്ട, എന്റെ ഗുഹ, എന്റെ കൃഷിയിടം, എന്റെ വീട്ടുപകരണങ്ങൾ എല്ലാം എന്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം. ഓരോ ദിവസവും ഞാൻ പുതിയെന്തെങ്കിലും പഠിച്ചുകൊണ്ടേയിരുന്നു. അതിജീവനത്തിന്റെ പാഠങ്ങൾ. എന്റെ വാസസ്ഥലം ഒരുവിധം സുരക്ഷിതമായപ്പോൾ, എന്റെ കൃഷിയിടം എനിക്ക് ഭക്ഷണം തന്നു തുടങ്ങിയപ്പോൾ എന്റെ മനസ്സ് കുറച്ചുകൂടി ശാന്തമായി. പക്ഷേ എന്റെ ലോകം ആ കോട്ടയും അതിനടുത്തുള്ള കുറച്ച് സ്ഥലവും മാത്രമായിരുന്നു. ഈ ദ്വീപ് എത്ര വലുതാണെന്നോ ഇതിന്റെ മറുഭാഗത്തെന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. ആ അറിവില്ലായ്മ എന്നെ ഭയപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം എന്റെ ദ്വീപിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഞാനൊരു യാത്രയ്ക്ക് തയ്യാറായി. തോക്കും വെടിമരുന്നും ഒരു കോടാലിയും കുറച്ച് ബിസ്ക്കറ്റുകളുമായി ഞാൻ യാത്ര തിരിച്ചു. ഞാൻ ഇതുവരെ പോകാത്ത വഴികളിലൂടെ, ഉൾക്കാടുകളിലൂടെ നടന്നു. ദിവസങ്ങളോളം ഞാൻ യാത്ര ചെയ്തു. ആ യാത്രയിൽ ഞാൻ എന്റെ ദ്വീപിന്റെ മറ്റൊരു മുഖം കണ്ടു. ഞാൻ താമസിക്കുന്ന ഭാഗം അല്പം വരണ്ടതും പാറകൾ നിറഞ്ഞതുമായിരുന്നു. പക്ഷെ ദ്വീപിന്റെ മറുഭാഗം ഒരു പൂന്തോട്ടം പോലെ മനോഹരമായിരുന്നു. അവിടെ പച്ചപ്പണിഞ്ഞ പുൽമേടുകൾ പരന്നുകിടന്നു. പലതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ശുദ്ധജലമൊഴുകുന്ന അരുവികൾ, പേരറിയാത്ത പലതരം കിളികളുടെ പാട്ടുകൾ. അവിടെ ഞാൻ ധാരാളം പുതിയ ഫലങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. മധുരമുള്ള തണ്ണിമത്തനും മുന്തിരിപ്പഴങ്ങളും. ആ കാഴ്ച എന്റെ മനസ്സിനെ കുളിരണിയിച്ചു. ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഈ ദ്വീപിന്റെ അത്ര മനോഹരമല്ലാത്തൊരു ഭാഗത്തായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു. ആ താഴ്വരയുടെ ഭംഗിയിൽ മയങ്ങി ഞാൻ അവിടെ ഒരു രണ്ടാമത്തെ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്റെ കോട്ട പോലെ അത്ര സുരക്ഷിതമായ ഒന്നല്ല, മറിച്ചൊരു വേനൽക്കാല വസതി പോലെ ഒരു വിശ്രമകേന്ദ്രം. ഞാനതിനെ എന്റെ കൊട്ടാരം എന്നു വിളിച്ചു. അവിടെയും ഞാനൊരു വേലി കെട്ടി
അതിനുള്ളിൽ ഒരു ചെറിയ കൂടാരം നിർമ്മിച്ചു. ആ സ്ഥലത്ത് സമയം ചെലവഴിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകി. അങ്ങനെ എന്റെ ദ്വീപിൽ എനിക്ക് 2 വീടുകളായി. ഒന്ന് എന്റെ കോട്ട, എന്റെ സുരക്ഷിത താവളം. 2 എന്റെ കൊട്ടാരം, എന്റെ സന്തോഷത്തിന്റെ ഇടം. ഏകദേശം 1 വർഷം കഴിഞ്ഞു കാണും. ഒരു ദിവസം എനിക്ക് കലശലായൊരു പനി പിടിച്ചു. എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ശക്തമായ തലവേദനയും കുളിരും. ഞാൻ എന്റെ ഗുഹയ്ക്കുള്ളിൽ തളർന്നു കിടന്നു. എഴുന്നേൽക്കാൻ പോലും ശക്തിയില്ലാതെ ദിവസങ്ങളോളം ഞാൻ ആ കിടപ്പ് തുടർന്നു. എനിക്കൊന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ പോലും കഴിഞ്ഞില്ല. ഭയാനകമായ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ ഞെട്ടിയുണർന്നു. മരണം എന്റെ അരികിലെത്തിയെന്ന് ഞാൻ ഭയന്നു. ആ നിമിഷങ്ങളിൽ എന്റെ ജീവിതം ഒരു തിരശീലയിലെന്ന പോലെ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്റെ അച്ഛന്റെ ഉപദേശങ്ങൾ, ഞാൻ അനുസരണയില്ലാതെ ഇറങ്ങിപ്പുറപ്പെട്ടത്, എന്റെ പാപങ്ങൾ എല്ലാം ഞാൻ ഓർത്തു. ആദ്യമായി ആത്മാർത്ഥമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ തെറ്റുകൾക്ക് മാപ്പ് തരണമെന്നും ഈ ദുരിതത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്നും ഞാൻ യാചിച്ചു. ആ പ്രാർത്ഥന എനിക്കൊരു പുതിയ ശക്തി നൽകി. ഞാൻ എങ്ങനെയോ എഴുന്നേറ്റ് കപ്പലിൽ നിന്നും കൊണ്ടുവന്നൊരു പെട്ടി തുറന്നു. അതിൽ ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അതുവരെ ഞാനത് തുറന്നു നോക്കിയിട്ട് പോലുമില്ലായിരുന്നു. ഞാൻ ആ ബൈബിൾ എടുത്തു വായിക്കാൻ തുടങ്ങി. ആ വാക്കുകൾ എന്റെ ഏകാന്തതയിൽ, എന്റെ വേദനയിൽ എനിക്കൊരു സാന്ത്വനമായി മാറി. പനി കുറേശ്ശെയായി കുറഞ്ഞു. ഞാൻ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങിവന്നു. ആ അസുഖം എന്റെ ശരീരത്തെ മാത്രമല്ല, എന്റെ മനസ്സിനെയും മാറ്റിമറിച്ചു. എനിക്ക് ജീവിതത്തോട് കൂടുതൽ നന്ദി തോന്നാൻ തുടങ്ങി. സുഖം പ്രാപിച്ചതിനു ശേഷം എന്റെ ജീവിതം കൂടുതൽ ചിട്ടയുള്ളതായി. എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്റെ ഓരോ പ്രവൃത്തിയിലും ഞാൻ ദൈവത്തെ ഓർത്തു. അതോടൊപ്പം എന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ കൂടുതൽ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. എന്റെ വെടിമരുന്ന് ഒരു നാൾ തീരും. അന്ന് എനിക്ക് ആടുകളെ വേട്ടയാടാൻ കഴിയില്ല. അതിനൊരു പരിഹാരം കണ്ടെത്തണം. അങ്ങനെയാണ് ആടുകളെ ഇണക്കി വളർത്തുക എന്ന ആശയം എന്റെ മനസ്സിൽ വന്നത്. അതൊരു ക്ഷമ വേണ്ടുന്ന ജോലിയായിരുന്നു. ഞാൻ കാട്ടിൽ നിന്നും 3 ചെറിയ ആട്ടിൻകുട്ടികളെ പിടിച്ചു. ഒന്നിന് കാലിന് മുറിവേറ്റിരുന്നു. ഞാൻ അവയെ എന്റെ കോട്ടയ്ക്കുള്ളിൽ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയൊരു സ്ഥലത്ത് പാർപ്പിച്ചു. അവയ്ക്ക് ഭക്ഷണം നൽകി അവയെ സ്നേഹത്തോടെ പരിചരിച്ചു. മാസങ്ങൾക്ക് ശേഷം അവ എന്നോടിണങ്ങി. അവ വലുതായി പെറ്റുപെരുകി. വർഷങ്ങളിലുള്ളിൽ എനിക്കൊരു വലിയ ആട്ടിൻപറ്റത്തിന്റെ ഉടമയാകാൻ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് മാംസത്തിനു വേണ്ടി വേട്ടയാടേണ്ട ആവശ്യമില്ല. പാലും തൈരും ചീസും എനിക്ക് സുലഭമായി കിട്ടാൻ തുടങ്ങി. അടുത്തതായി ഞാൻ നേരിട്ട പ്രശ്നം എനിക്കൊരു പാത്രമില്ലായിരുന്നു എന്നതാണ്. മാംസം ചുട്ടുതിന്നുകയല്ലാതെ ഒരു കറി വയ്ക്കാനോ സൂപ്പുണ്ടാക്കാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞാൻ കളിമണ്ണുകൊണ്ട് പാത്രങ്ങളുണ്ടാക്കാൻ പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ ദ്വീപിൽ നിന്നും നല്ല കളിമണ്ണ് കണ്ടെത്തി. അത് കുഴച്ച് പാത്രങ്ങളുടെ രൂപമുണ്ടാക്കി. പക്ഷെ അത് വെയിലത്ത് വെച്ചുണക്കിയപ്പോൾ പൊട്ടിപ്പോയി. പലതവണ ഞാൻ പരാജയപ്പെട്ടു. ഒടുവിൽ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയ ഒരു പാത്രം വലിയൊരു തീയിലിട്ട് ചുട്ടെടുത്തു. അത്ഭുതം! അത് പൊട്ടിപ്പോയില്ല. ഉറപ്പുള്ള നല്ലൊരു പാത്രമായി അത് മാറി. എന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആദ്യമായി എന്റെ സ്വന്തം പാത്രത്തിൽ ഞാൻ ആട്ടിൻ സൂപ്പുണ്ടാക്കി കുടിച്ചു. ആ രുചി ഞാൻ ഇന്നും ഓർക്കുന്നു. ഇപ്പോൾ എനിക്ക് ധാന്യമുണ്ട്, മാംസമുണ്ട്, പാലുണ്ട്, പാത്രങ്ങളുണ്ട്. പക്ഷേ എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ബാക്കിയായി: ഒരു കഷ്ണം റൊട്ടി. എന്റെ കൃഷിയിടത്തിൽ ബാർലിയും അരിയും വിളയുന്നുണ്ട്. പക്ഷെ അത് പൊടിച്ച് മാവാക്കി റൊട്ടിയുണ്ടാക്കാൻ എനിക്കറിയില്ലായിരുന്നു. അതിനൊരു ഉരലും ഉലക്കയും വേണം. അപ്പമുണ്ടാക്കാൻ ഒരടുപ്പ് വേണം. വീണ്ടും ഞാൻ എന്റെ പണിപ്പുരയിലേക്ക് മടങ്ങി. കടുപ്പമുള്ള ഒരു മരം കൊണ്ട് ഞാനൊരു ഉരലും ഉലക്കയും ഉണ്ടാക്കി. അതുപയോഗിച്ച് ധാന്യം പൊടിച്ച് മാവാക്കി. കപ്പലിൽ നിന്നും കിട്ടിയ നേർത്ത തുണി കൊണ്ട് ഒരു അരിപ്പയുണ്ടാക്കി ആ മാവ് അരിച്ചെടുത്തു. ഞാൻ നിർമ്മിച്ച കളിമൺ പാത്രങ്ങൾ അടുക്കിവെച്ച് അതിനു മുകളിൽ ഒരു കല്ല് വെച്ച് ഞാനൊരു അടുപ്പുണ്ടാക്കി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ഞാൻ മാവ് കുഴച്ച് പരത്തി എന്റെ അടുപ്പിലിട്ട് ചുട്ടെടുത്തു. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച എന്റെ സ്വന്തം ധാന്യം കൊണ്ടുള്ള ഒരു കഷ്ണം റൊട്ടി ഞാൻ എന്റെ വായിൽ വെച്ചു. ആ നിമിഷം ഞാൻ ഈ ദ്വീപിലെ ഒരു രാജാവായിരുന്നു. വർഷങ്ങൾ അതിന്റെ വേഗത്തിൽ കടന്നുപോയി. എന്റെ കലണ്ടറിലെ വരകൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ദ്വീപിൽ വന്നിട്ടിപ്പോൾ 11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്റെ ജീവിതം ഒരു താളക്രമത്തിലായിരുന്നു. എനിക്ക് എന്റേതായ ഒരു ലോകമുണ്ടായിരുന്നു. എന്റെ കോട്ട, എന്റെ കൃഷിയിടം, എന്റെ ആടുകൾ. കാലപ്പഴക്കത്തിൽ ഞാൻ കപ്പലിൽ നിന്നും കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം ദ്രവിച്ചുപോയി. ഞാൻ വേട്ടയാടി പിടിച്ച ആടുകളുടെ തോൽ കൊണ്ട്
എനിക്ക് പുതിയ വസ്ത്രങ്ങൾ തുന്നിയുണ്ടാക്കാൻ പഠിച്ചു. ഒരു തൊപ്പിയും ഒരു കുപ്പായവും ഒരു പാന്റും. അത് കാണാൻ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അതെനിക്ക് വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണം നൽകി. തോൽ കൊണ്ട് ഞാനൊരു കുടയും നിർമ്മിച്ചു. മഴക്കാലത്ത് അതെനിക്ക് വലിയ ഉപകാരമായി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ദ്വീപിൽ നിന്നും രക്ഷപ്പെടണമെന്ന ആഗ്രഹം എന്റെ മനസ്സിന്റെ കോണിലെപ്പോഴും ഒരു കനലായി എരിഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാനൊരു ഭ്രാന്തൻ തീരുമാനമെടുത്തു. ഒരു വലിയ തോണി നിർമ്മിക്കുക, ഈ ദ്വീപ് ഉപേക്ഷിച്ച് അടുത്തുള്ള ഏതെങ്കിലും കരയിലേക്ക് തുഴഞ്ഞു പോവുക. ഞാൻ കാട്ടിലൊരു വലിയ മരം കണ്ടെത്തി. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മരങ്ങളിലൊന്ന്. ദിവസങ്ങളോളം അധ്വാനിച്ച് എന്റെ കോടാലി ഉപയോഗിച്ച് ഞാൻ ആ മരം മുറിച്ചു വീഴ്ത്തി. അതിനുശേഷം മാസങ്ങളോളം ഞാൻ ആ മരം ചെത്തിമിനുക്കി ഒരു വലിയ തോണിയുടെ രൂപമുണ്ടാക്കി. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ജോലിയായിരുന്നു. ഒടുവിൽ എന്റെ തോണി തയ്യാറായി. അത് വലുതും ഉറപ്പുള്ളതുമായിരുന്നു, ഒരു ചെറിയ കപ്പൽ പോലെ. പക്ഷെ അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ആ ഭീമാകാരമായ തോണി ആ മരം നിന്നിരുന്ന സ്ഥലത്തു നിന്നും ഒരടി പോലും മുന്നോട്ട് നീക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനത് നിർമ്മിച്ചത് കടൽ തീരത്തു നിന്നും വളരെ ദൂരെയായിരുന്നു. അതിനെ വെള്ളത്തിലെത്തിക്കുക അസാധ്യമായിരുന്നു. എന്റെ മാസങ്ങളുടെ അധ്വാനം വെറുതെയായി. ഞാൻ ആ തോണിയുടെ അരികിലിരുന്ന് എന്റെ വിഡ്ഢിത്തത്തെ ഓർത്ത് ചിരിച്ചു. പക്ഷെ ഞാൻ നിരാശനായില്ല. ആ പരാജയം എന്നെ ഒരു പുതിയ പാഠം പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ ചെറിയ, എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു തോണി നിർമ്മിച്ചു. ദ്വീപിനു ചുറ്റും യാത്ര ചെയ്യുക, അത്രമാത്രം. ആ തോണിയിൽ ഞാൻ എന്റെ ദ്വീപിനെ വലം വയ്ക്കാൻ തീരുമാനിച്ചു. അതൊരു അപകടം പിടിച്ച യാത്രയായിരുന്നു. ദ്വീപിന്റെ മറുഭാഗത്ത് കടലൊഴുക്ക് വളരെ ശക്തമായിരുന്നു. എന്റെ ചെറിയ തോണിയെ അത് കടലിലേക്ക് വലിച്ചുകൊണ്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. മരണത്തെ മുഖം കണ്ട നിമിഷങ്ങൾ. പക്ഷേ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ കോട്ടയുടെ തീരത്ത് തിരിച്ചെത്തി. ആ മണലിൽ കാലുകുത്തിയപ്പോൾ ഒരുപാട് കാലത്തിനു ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. ഇനി അത്തരം സാഹസങ്ങൾക്ക് മുതിരരുതെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എന്റെ ജീവിതം വീണ്ടും പഴയ ശാന്തമായ താളത്തിലേക്ക് മടങ്ങിവന്നു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഞാനിപ്പോൾ ഈ ദ്വീപിലെ ഒരു പഴയ താമസക്കാരനാണ്. ഓരോ മരവും ഓരോ പാറയും എനിക്ക് സുപരിചിതമാണ്. ഞാനിവിടെ തനിച്ചാണെന്നും ഈ ദ്വീപ് എനിക്ക് മാത്രം സ്വന്തമാണെന്നും ഞാൻ വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഞാൻ കടൽത്തീരത്തു കൂടി വെറുതെ നടക്കുകയായിരുന്നു. എന്റെ മനസ്സിൽ പ്രത്യേകിച്ചൊരു ചിന്തകളുമില്ലായിരുന്നു. തിരമാലകൾ തീരത്തെ തഴുകി മടങ്ങുന്ന ശബ്ദം മാത്രം. അപ്പോഴാണ് എന്റെ കാൽച്ചുവട്ടിൽ ആ കാഴ്ച ഞാൻ കണ്ടത്. മണലിൽ വളരെ വ്യക്തമായി ഒരു മനുഷ്യന്റെ കാൽപ്പാട്. ഒരു നഗ്നമായ കാൽപ്പാട്. അത് എന്റേതായിരുന്നില്ല. എന്റെ കാൽപ്പാടുകളേക്കാൾ അത് വളരെ വലുതായിരുന്നു. ഞാൻ ഒരു നിമിഷം ചലനമറ്റ് നിന്നുപോയി. എന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. ഞാൻ ചുറ്റും നോക്കി. ആരുമില്ല. ദൂരെ കടലിൽ ഒരു തോണിയോ കപ്പലോ ഇല്ല. ഞാൻ വീണ്ടും ആ കാൽപ്പാടിലേക്ക് നോക്കി. അതൊരു സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ്. ഭയം എന്നെ പൊതിഞ്ഞു. ഞാൻ എന്റെ കോട്ടയെ ലക്ഷ്യമാക്കി ഓടി. ഓട്ടത്തിനിടയിൽ പലതവണ ഞാൻ തിരിഞ്ഞു നോക്കി, ആരെങ്കിലും എന്നെ പിന്തുടരുന്നുണ്ടോ എന്ന്. പക്ഷേ ആരുമുണ്ടായിരുന്നില്ല. കോട്ടയിലെത്തി എന്റെ കോണി അകത്തേക്ക് വലിച്ചു കയറ്റി ഞാൻ എന്റെ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ 15ഓളം വർഷത്തെ ഏകാന്തതയിൽ ആദ്യമായി ഞാൻ ഭയമെന്തെന്നറിഞ്ഞു. ഞാനിവിടെ ഒറ്റയ്ക്കല്ല. മറ്റാരോ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതാരാണ്? എന്റെ സുഹൃത്തോ അതോ ശത്രുവോ? അടുത്ത ദിവസങ്ങളിലും ഞാൻ പുറത്തിറങ്ങിയില്ല. എന്റെ കോട്ടയുടെ സുരക്ഷിതത്വത്തിൽ ഞാൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്റെ സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. എന്റെ ഏകാന്തതയുടെ സാമ്രാജ്യം തകർന്നിരിക്കുന്നു. മുൻപ് ഏകാന്തത ഒരു ഭാരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഏകാന്തത ഒരു നഷ്ടപ്പെട്ട സ്വർഗമായി എനിക്ക് തോന്നി. ആ കാൽപ്പാട് എന്റെ ജീവിതത്തെ വീണ്ടും മാറ്റിമറിച്ചു. എന്റെ ശാന്തമായ ലോകത്ത് ഭയത്തിന്റെ ഒരു വിത്ത് വീണിരിക്കുന്നു. ദിവസങ്ങളോളം ഞാൻ എന്റെ കോട്ടയുടെ സുരക്ഷിതത്വത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ല. ഭയം എന്റെ ഓരോ അണുവിലും പടർന്നു പിടിച്ചിരുന്നു. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഓരോ ചെറിയ ശബ്ദവും എന്നെ ഞെട്ടിച്ചു. വർഷങ്ങളായി ഞാൻ കെട്ടിപ്പടുത്ത എന്റെ സമാധാനത്തിന്റെ ലോകം ആ ഒരൊറ്റ കാൽപ്പാടിൽ
തകർന്നുപോയിരുന്നു. പക്ഷേ എത്രനാൾ എനിക്കിങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും? എന്റെ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കണം, എന്റെ കൃഷിയിടം നോക്കണം. ജീവൻ നിലനിർത്തണമെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയേ മതിയാവൂ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഭയത്തെ അടക്കി വളരെ ശ്രദ്ധയോടെ പുറത്തിറങ്ങി. എന്റെ കോട്ടയെ ഞാൻ ഒന്നുകൂടി ബലപ്പെടുത്തി. അതിന്റെ ഭിത്തികൾക്ക് ഞാൻ കൂടുതൽ ഉയരം വച്ചു. എന്റെ തോക്കുകളെല്ലാം ഞാൻ നിറച്ച് എപ്പോഴും കയ്യിൽ കരുതി. ഞാൻ എന്റെ ദ്വീപിൽ ഒരപരിചിതനെപ്പോലെ, ഒരു ഒളിപ്പോരാളിയെപ്പോലെ നീങ്ങാൻ തുടങ്ങി. ഓരോ കാൽവെപ്പും ഞാൻ ശ്രദ്ധിച്ചു. ഓരോ മരത്തിന്റെ മറവിലും ഞാൻ ഒളിച്ചു. മാസങ്ങൾ കടന്നുപോയി. പുതിയതായി ഒന്നും സംഭവിച്ചില്ല. മറ്റൊരു കാൽപ്പാടോ മനുഷ്യന്റെ മറ്റെന്തെങ്കിലും അടയാളമോ ഞാൻ കണ്ടില്ല. ഒരുപക്ഷേ അതൊരൊറ്റപ്പെട്ട സംഭവമായിരിക്കാമെന്ന് ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷേ ഏതെങ്കിലും കടലിൽപ്പെട്ട മനുഷ്യർ ഒരു തോണിയിൽ ഈ തീരത്തടിഞ്ഞ് തിരികെ പോയതായിരിക്കാം. ഈ ചിന്ത എനിക്ക് കുറച്ചാശ്വാസം നൽകി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഒരു യാത്ര പോയി. ഞാൻ അധികം പോകാത്ത ഒരു വഴിയായിരുന്നു അത്. ആ തീരം എന്റെ വാസസ്ഥലത്തു നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ മണൽത്തിട്ടകൾക്ക് പകരം പാറക്കെട്ടുകളായിരുന്നു. ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അവിടെ ആ തീരത്ത് ഒരു വലിയ തീ കത്തിയതിന്റെ അടയാളങ്ങൾ. കരിഞ്ഞ മരക്കഷ്ണങ്ങൾ, കരി, പിന്നെ മനുഷ്യന്റെ അസ്ഥികൾ, തലക്കോടുകൾ, കൈകാലുകളുടെ എല്ലുകൾ, വാരിയെല്ലുകൾ, അതെല്ലാം അവിടെ ചിതറിക്കിടക്കുന്നു. ഒരു നരഭോജനത്തിന്റെ ഭയാനകമായ ശേഷിപ്പുകൾ. എന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി. എന്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. ഞാനൊരു പാറയുടെ മറവിൽ ഒളിച്ചിരുന്ന് ഛർദ്ദിച്ചു. സത്യം അതിന്റെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ എന്റെ മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദ്വീപ് നരഭോജികളായ അപരിഷ്കൃതരുടെ ഒരു സംഗമകേന്ദ്രമാണ്. അവർ അടുത്തുള്ള ദ്വീപുകളിൽ നിന്നോ വൻകരയിൽ നിന്നോ തങ്ങളുടെ ശത്രുക്കളെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ വച്ച് കൊന്നു തിന്നുന്നു. ആ കാൽപ്പാട് അവരിലൊരാളുടേതായിരുന്നു. ആ നിമിഷം മുതൽ എന്റെ ജീവിതം വീണ്ടും മാറിമറിഞ്ഞു. എന്റെ ഭയം ഇരട്ടിച്ചു. ഇപ്പോൾ എനിക്കറിയാം ഞാൻ ആരെയാണ് ഭയക്കേണ്ടതെന്ന്. അവരെപ്പോൾ വേണമെങ്കിലും വരാം. അവരെന്നെ കണ്ടെത്തിയാൽ എന്റെ ഗതി എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു. അടുത്ത 2 വർഷത്തോളം ഞാൻ എന്റെ കോട്ടയ്ക്കുള്ളിൽ ഒരു തടവുകാരനെപ്പോലെ ജീവിച്ചു. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഞാൻ പുറത്തിറങ്ങിയില്ല. രാത്രികാലങ്ങളിൽ ഞാൻ എന്റെ കോട്ടയുടെ മുകളിൽ കയറി ദൂരേക്ക് നോക്കിയിരിക്കും. കടലിൽ എവിടെയെങ്കിലും ഒരു തീവെളിച്ചം കാണുന്നുണ്ടോ എന്ന്. ഒരു ദിവസം ഞാൻ എന്റെ പുതിയൊരു കണ്ടുപിടുത്തം നടത്തി. എന്റെ കോട്ടയിൽ നിന്നും അധികം ദൂരെയല്ലാതെ മറ്റൊരു വലിയ പാറക്കെട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ കയറിയാൽ ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരം, ആ നരഭോജികൾ വരുന്ന തീരം വ്യക്തമായി കാണാമായിരുന്നു. ആ പാറക്കെട്ടിനുള്ളിൽ പ്രകൃതിദത്തമായ ഒരു ഗുഹയുണ്ടായിരുന്നു. ഞാൻ ആ ഗുഹ എന്റെ 2ാമത്തെ കോട്ടയാക്കി മാറ്റി. അവിടെ ഞാൻ കുറച്ചു ഭക്ഷണവും വെടിമരുന്നും ഒരു തോക്കും ഒളിപ്പിച്ചുവച്ചു. എന്റെ പ്രധാന കോട്ടയ്ക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് രക്ഷപ്പെടാനുള്ളൊരിടം. ആ ഒളിത്താവളത്തിലിരുന്ന് ഞാൻ ആ തീരത്തേക്ക് നോക്കിയിരുന്നു, ഒരു കാവൽക്കാരനെപ്പോലെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ ആ കാഴ്ച കണ്ടു. ദൂരെ പടിഞ്ഞാറൻ തീരത്ത് 5 തോണികൾ വന്നെടുക്കുന്നു. ഓരോ തോണിയിലും 4 or 5 പേർ, ഏകദേശം 30ഓളം പേർ. അവർ കരയ്ക്കിറങ്ങി ഒരു വലിയ തീ കൂട്ടി അതിനു ചുറ്റും നൃത്തം ചെയ്യാൻ തുടങ്ങി. അവരുടെ കയ്യിൽ ബന്ധിതരായ 2 തടവുകാരുണ്ടായിരുന്നു. അവർ അതിലൊരാളെ മഴുപോലുള്ള ഒരായുധം കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. അതിനുശേഷം ആ ശരീരം കഷ്ണങ്ങളാക്കി തീയിലിട്ട് ചുടാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് എന്റെ രക്തം തണുത്തുറഞ്ഞുപോയി. 2ാമത്തെ തടവുകാരൻ തന്റെ ഊഴം കാത്ത് ഭയന്ന് വിറച്ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ 2ാമത്തെ തടവുകാരൻ തന്റെ കെട്ടുകൾ എങ്ങനെയോ അഴിച്ച് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. അവൻ ഓടിയത് എന്റെ കോട്ടയുടെ ദിശയിലേക്കായിരുന്നു. 3 നരഭോജികൾ ആയുധങ്ങളുമായി അവനെ പിന്തുടർന്നു. ആ നിമിഷം ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. എന്റെ മനസ്സിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. ഞാൻ ഇടപെട്ടാൽ ഞാൻ അപകടത്തിലാകും. അവർ എന്റെ സാന്നിധ്യമറിയും. പക്ഷേ ആ പാവം മനുഷ്യൻ എന്റെ കൺമുന്നിൽ കൊല്ലപ്പെടുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എന്റെ തോക്കെടുത്ത് എന്റെ കോട്ടയിൽ നിന്നും പുറത്തിറങ്ങി ആ ഓടുന്ന മനുഷ്യനും അവനെ പിന്തുടരുന്നവരും വരുന്ന വഴിയിൽ
ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചുനിന്നു. ആ തടവുകാരൻ എന്നെ കടന്നുപോയി. തൊട്ടുപിന്നാലെ ആ 3 പേർ ഓടിവന്നു. അവരെന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ആദ്യത്തെ ആൾക്ക് നേരെ വെടിയുതിർത്തു. അവൻ അവിടെത്തന്നെ വീണു. രണ്ടാമത്തെ ആൾ ആ ശബ്ദം കേട്ട് സ്തബ്ധനായി നിൽക്കുമ്പോൾ ഞാൻ എന്റെ തോക്കിന്റെ പാത്തികൊണ്ട് അവനെ അടിച്ചു വീഴ്ത്തി. മൂന്നാമത്തെ ആൾ പേടിച്ച് തിരികെ കടൽ തീരത്തേക്ക് ഓടി. രക്ഷപ്പെട്ട ആ തടവുകാരൻ കുറച്ചകലെയായി നിന്നും ഇതെല്ലാം കണ്ടിരുന്നു. ഞാൻ അവനെ ആംഗ്യം കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. അവൻ പേടിച്ചരണ്ട് എന്റെ കാൽക്കൽ വീണു. എന്റെ പാദങ്ങളിൽ അവന്റെ തലവെച്ച് എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ നന്ദിയും ഭയവും ഒരുപോലെ നിഴലിച്ചിരുന്നു. അങ്ങനെ എന്റെ 25 വർഷത്തെ ഏകാന്ത ജീവിതത്തിനു ശേഷം ആദ്യമായി ഒരു മനുഷ്യൻ എന്റെ കൂടെയുണ്ടായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ഫ്രൈഡേ എന്ന് പേരിട്ടു. അവനെ എന്റെ കോട്ടയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്റെ മനസ്സിൽ സന്തോഷവും ഭയവും ഒരുപോലെ നിറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്റെ ശബ്ദം കേൾക്കാനും എന്നോട് സംസാരിക്കാനും ഒരു മനുഷ്യൻ. പക്ഷേ അവനൊരു അപരിഷ്കൃതനാണ്, ഒരു നരഭോജികളുടെ കൂട്ടത്തിൽ നിന്നും വന്നവൻ. അവനെ വിശ്വസിക്കാൻ കഴിയുമോ? എങ്കിലും അവന്റെ കണ്ണുകളിലെ നിഷ്കളങ്കതയും അവൻ എന്നോട് കാണിച്ച വിധേയത്വവും എന്റെ സംശയങ്ങളെ പതിയെ ഇല്ലാതാക്കി. ഞാൻ അവന് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും കൊടുത്തു. അവൻ ആർത്തിയോടെ അത് കഴിച്ചു. അന്നു രാത്രി ഞാൻ എന്റെ ഗുഹയ്ക്ക് പുറത്ത് കോട്ടയ്ക്കുള്ളിൽ അവനൊരു കിടക്കയൊരുക്കി. ഞാൻ എന്റെ ഗുഹയുടെ വാതിലടച്ച് തോക്കരികിൽ വെച്ച് കിടന്നെങ്കിലും എന്റെ കണ്ണിലെവിടെയോ അവനിലൊരു വിശ്വാസം നാമ്പിട്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവനെ ഫ്രൈഡേ എന്ന് വിളിച്ചു. കാരണം അവനെ എനിക്ക് കിട്ടിയതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഭാഷയായിരുന്നു ഞങ്ങളുടെ ഇടയിലെ വലിയ മതിൽ. അവൻ സംസാരിക്കുന്നത് എനിക്കോ ഞാൻ പറയുന്നത് അവനോ മനസ്സിലായില്ല. പക്ഷേ ആംഗ്യങ്ങളിലൂടെ ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്നെത്തന്നെ ചൂണ്ടി റോബിൻസൺ എന്നും അവനെ ചൂണ്ടി ഫ്രൈഡേ എന്നും പറഞ്ഞു. ഞാൻ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കാൻ അവനെ പഠിപ്പിച്ചു. അവൻ വളരെ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മിടുക്കനായ ചെറുപ്പക്കാരനായിരുന്നു. ഓരോ ദിവസവും ഞാൻ അവനെ പുതിയ വാക്കുകൾ പഠിപ്പിച്ചു. അതെ, അല്ല, വെള്ളം, ഭക്ഷണം. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു ജിജ്ഞാസ നിറഞ്ഞിരുന്നു. അവൻ എന്റെ ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെ നോക്കി നിന്നു. ഞാൻ കൃഷി ചെയ്യുന്നത്, ആടുകളെ പരിപാലിക്കുന്നത്, പാത്രങ്ങളുണ്ടാക്കുന്നത് എല്ലാം അവന് പുതിയ അറിവുകളായിരുന്നു. അവനെ നാഗരികത പഠിപ്പിക്കുക എന്നതായിരുന്നു എന്റെ അടുത്ത ലക്ഷ്യം. അവൻ നരമാംസം കഴിക്കുന്ന ശീലക്കാരനായിരുന്നു. എന്റെ മുന്നിൽ വെച്ച് അവൻ തനേ ദിവസം കൊല്ലപ്പെട്ട നരഭോജികളിൽ ഒരാളുടെ ശരീരം കഴിക്കാനൊരുങ്ങിയപ്പോ ഞാനെന്റെ വെറുപ്പ് പ്രകടിപ്പിച്ചു. ഞാൻ അവനെ അവിടെ നിന്നും പിടിച്ചുമാറ്റി. അതിനു പകരം ഒരാടിനെ കൊന്ന് അതിന്റെ മാംസം വേവിച്ച് അവന് കൊടുത്തു. ആദ്യം അവനത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നീട് വേവിച്ച മാംസത്തിന്റെ രുചി അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാനവന് ആടിൻ തോൽ കൊണ്ട് വസ്ത്രങ്ങളുണ്ടാക്കിക്കൊടുത്തു. നഗ്നനായി നടന്നിരുന്ന അവൻ ആദ്യമായി വസ്ത്രം ധരിച്ചപ്പോ അവനൊരു കുട്ടിയുടെ കൗതുകമായിരുന്നു. പതിയെ പതിയെ ഫ്രൈഡേ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. അവൻ എന്റെ നിഴൽ പോലെ എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അവൻ എന്നെ സഹായിച്ചു, എന്നെ അനുസരിച്ചു, എന്നെ സ്നേഹിച്ചു. അവന്റെ ഭാഷ മെച്ചപ്പെട്ടപ്പോ ഞാൻ അവന്റെ ഭൂതകാലത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അവൻ മറ്റൊരു ദ്വീപിൽ നിന്നുള്ളവനായിരുന്നു. അവന്റെ ഗോത്രവും ഈ നരഭോജികളും തമ്മിൽ എപ്പോഴും യുദ്ധത്തിലായിരുന്നു. അങ്ങനെയൊരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ടതായിരുന്നു അവൻ. അവർ അവനെ കൊന്നു തിന്നാൻ വേണ്ടിയാണ് ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവന്റെ ഗതിയും മറ്റേ തടവുകാരനെ പോലെ ആകുമായിരുന്നു. ആ സത്യം അവനെ എന്നോട് കൂടുതൽ അടുപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ ഞാനൊരു ദൈവത്തെപ്പോലെയായിരുന്നു. വർഷങ്ങളായി എന്റെ ലോകം നിശബ്ദമായിരുന്നു. എന്റെ ചിന്തകൾക്കും ഭയങ്ങൾക്കും സന്തോഷങ്ങൾക്കും സാക്ഷിയാകാൻ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ കിളികളോടും ആടുകളോടും സംസാരിച്ച് എന്റെ ഏകാന്തതയെ മറക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോ എനിക്കൊരു കൂട്ടാളിയുണ്ട്. എന്റെ പറയുന്നത് കേൾക്കാൻ, എന്നോട് മറുപടി പറയാൻ ഒരാൾ. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് ഈ ദ്വീപിന്റെ ഭംഗി ആസ്വദിച്ചു. ഫ്രൈഡേയുടെ വരവോടെ എന്റെ ദ്വീപിലെ ജീവിതം കൂടുതൽ സമ്പന്നമായി. എന്റെ ഭയം കുറഞ്ഞു, എന്റെ സന്തോഷമിരട്ടിച്ചു. ഏകാന്തതയുടെ ആഴങ്ങളിൽ നിന്നും കൂട്ടായ്മയുടെ വെളിച്ചത്തിലേക്ക് ഞാൻ മെല്ലെ നടന്നു കയറുകയായിരുന്നു. ഇപ്പോ ഞാൻ തനിച്ചല്ല. എന്റെ ദ്വീപിൽ എനിക്കൊരു കൂട്ടാളിയുണ്ട്, ഒരു സുഹൃത്തുണ്ട്, എന്റെ ഫ്രൈഡേ.
ഫ്രൈഡേ എന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ഞങ്ങളിപ്പോൾ ഒരു കുടുംബം പോലെയായിരുന്നു. എന്റെ ഏകാന്തതയുടെ ഓർമ്മകൾ മാഞ്ഞു തുടങ്ങിയിരുന്നു. ഞാനിപ്പോൾ ദ്വീപിൽ വന്നിട്ട് 27 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാനുള്ള മോഹം എന്റെ മനസ്സിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ ജീവിതവുമായി ഞാൻ പൂർണ്ണമായും പൊരുത്തപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ഫ്രൈഡേ ഓടിക്കിതച്ചെന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് പരിഭ്രമമുണ്ടായിരുന്നു. അവൻ കടലിലേക്ക് കൈ ചൂണ്ടി. ഞാൻ നോക്കിയപ്പോ ദൂരെ 3 തോണികൾ കരയെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. വീണ്ടും നരഭോജികൾ. ഞങ്ങൾ ഞങ്ങളുടെ ഒളിത്താവളത്തിലേക്ക് മാറി അവിടെ ഇരുന്ന് നിരീക്ഷിച്ചു. ഇത്തവണയും അവർ കൂടെ തടവുകാരെ കൊണ്ടുവന്നിരുന്നു. 3 പേർ. അവരതിൽ 2 പേരെ കരയ്ക്കിറക്കി 3-മനെ തോണിയിൽ തന്നെ ഇരുത്തി. കരയ്ക്കിറക്കിയവരിൽ ഒരാൾ ഒരു വെള്ളക്കാരനായിരുന്നു. ഒരു സ്പാനിഷ് നാവികനെപ്പോലെ തോന്നി. മറ്റേയാൾ ഫ്രൈഡേയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ആ കാഴ്ച കണ്ട് ഫ്രൈഡേയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ തടവുകാരൻ അവന്റെ അച്ഛനായിരുന്നു. എന്റെ മനസ്സിലൊരു പോരാട്ടത്തിനുള്ള ആഗ്രഹം ആളിക്കത്തി. ആ പാവം മനുഷ്യരെ രക്ഷിക്കണം. ഞാനും ഫ്രൈഡേയും ഞങ്ങളുടെ തോക്കുകളുമായി ആ നരഭോജികളെ നേരിടാൻ തയ്യാറായി. 20-ലധികം പേരുണ്ടായിരുന്ന അവരെ ഞങ്ങളുടെ ബുദ്ധിയും ആയുധങ്ങളുടെ ശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ നേരിട്ടു. അതൊരു പോരാട്ടമായിരുന്നു. പക്ഷെ എന്റെ ദ്വീപിൽ എന്റെ നിയമങ്ങളായിരുന്നു. ഞങ്ങൾ അവരെ തോൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആ 2 തടവുകാരെയും രക്ഷപ്പെടുത്തി. ഫ്രൈഡേ വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛനെ കണ്ടപ്പോൾ അവരുടെ ആ കൂടിക്കാഴ്ച എന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. ആ സ്പാനിഷ് നാവികൻ നന്ദിയോടെ എന്റെ കാൽക്കൽ വീണു. ഇപ്പോ ഞങ്ങൾ ഈ ദ്വീപിൽ 4 പേരായി. ആ സ്പാനിഷ് നാവികന്റെ കഥയും വ്യത്യസ്തമായിരുന്നില്ല. അവന്റെ കപ്പൽ തകർന്ന് അവനും കുറച്ചു കൂട്ടുകാരും നരഭോജികളുടെ ദ്വീപിലകപ്പെട്ടു. അവിടെ അവർ ആ ഗോത്രത്തിന്റെ തടവുകാരായി കഴിയുകയായിരുന്നു. അപ്പോൾ എന്റെ മനസ്സിലൊരു പുതിയ പദ്ധതി ഉദിച്ചു. ആ സ്പാനിഷ് നാവികന്റെ കൂട്ടുകാരെ കൂടി ഈ ദ്വീപിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് എല്ലാവരും ചേർന്ന് ഒരു വലിയ കപ്പൽ നിർമ്മിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടുക. അതൊരു നല്ല പദ്ധതിയായി എല്ലാവർക്കും തോന്നി. അങ്ങനെ ആ സ്പാനിഷ് നാവികനും ഫ്രൈഡേയുടെ അച്ഛനും കൂടി മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാനായി തോണിയിൽ യാത്ര തിരിച്ചു. അവർ പോയി 8 ദിവസങ്ങൾ കഴിഞ്ഞു കാണും. ഒരു ദിവസം രാവിലെ ഞാൻ കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൂരെ ഒരു കപ്പൽ കണ്ടു. ഒരു ഇംഗ്ലീഷ് കപ്പൽ. എന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. 28 വർഷങ്ങൾക്കു ശേഷം എന്റെ രാജ്യത്തിന്റെ ഒരു കപ്പൽ, രക്ഷയുടെ കപ്പൽ. ഞാൻ കരഞ്ഞുപോയി. പക്ഷെ എന്റെ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. ആ കപ്പലിൽ നിന്നും ഒരു ബോട്ട് കരയിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. അതിൽ 11 പേരുണ്ടായിരുന്നു. അതിൽ 3 പേരുടെ കൈകൾ ബന്ധിച്ചിരുന്നു. അതൊരു സാധാരണ കപ്പലല്ലെന്ന് എനിക്ക് മനസ്സിലായി. കപ്പലിലെ ജോലിക്കാർ ക്യാപ്റ്റനെയും മറ്റു 2 ഓഫീസർമാരെയും ബന്ധികളാക്കി ഈ ദ്വീപിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുവന്നതായിരുന്നു അത്. ഒരു ലഹള. ആ പാവം ക്യാപ്റ്റനെയും കൂട്ടരെയും കണ്ടപ്പോൾ എന്റെ മനസ്സിൽ സഹതാപം തോന്നി. ഞാൻ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ഞാനും ഫ്രൈഡേയും ഞങ്ങളുടെ ആയുധങ്ങളുമായി ആ ലഹളക്കാരെ നേരിട്ടു. ദ്വീപിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് തുണയായി. ഞങ്ങൾ അവരിൽ ചിലരെ കൊന്നു, ചിലരെ പിടികൂടി. അങ്ങനെ ഞങ്ങൾ ക്യാപ്റ്റനെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ 2 കൂട്ടാളികളെയും രക്ഷപ്പെടുത്തി. എന്റെ കഥ കേട്ട്, എന്റെ രൂപം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. 28 വർഷം ഈ ദ്വീപിൽ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യൻ. ക്യാപ്റ്റന് തിരികെ കപ്പൽ പിടിച്ചെടുക്കണമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. കപ്പലിൽ ബാക്കിയുള്ള ലഹളക്കാരെ കരയിലേക്ക് ആകർഷിച്ച് അവരെ കീഴടക്കുക. ഞങ്ങളുടെ പദ്ധതി വിജയിച്ചു. രാത്രിയുടെ മറവിൽ ഞങ്ങൾ കപ്പൽ തിരികെ പിടിച്ചു. അങ്ങനെ 1686 ഡിസംബർ 19 ഞാൻ ഈ ദ്വീപിൽ വന്ന് 28 വർഷവും 2 മാസവും 19 ദിവസവും കഴിഞ്ഞതിനു ശേഷം ഞാൻ എന്റെ ദ്വീപിനോട് വിട പറഞ്ഞു. എന്റെ വിശ്വസ്തനായ ഫ്രൈഡേയും എന്റെ കൂടെയുണ്ടായിരുന്നു. എന്റെ കോട്ട, എന്റെ ഗുഹ, എന്റെ കൃഷിയിടം, എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഞാൻ അവിടെ ഉപേക്ഷിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ദ്വീപ് ഒരു പച്ചപ്പൊട്ടുപോലെ കടലിൽ മാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ജന്മനാടായ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. എന്റെ അച്ഛനും അമ്മയും മരിച്ചിരുന്നു. എന്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് എന്നെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. മരിച്ചുപോയെന്നവർ കരുതിയിരുന്ന ഞാൻ ഒരു പ്രേതത്തെപ്പോലെ അവരുടെ മുന്നിൽ നിന്നു. ബ്രസീലിലെ എന്റെ തോട്ടത്തിൽ നിന്നും എനിക്ക് കിട്ടാനുണ്ടായിരുന്ന പണം എന്നെ ഒരു വലിയ ധനികനാക്കി മാറ്റി. പക്ഷേ ആ പണത്തിലൊന്നും ഞാൻ സന്തോഷം കണ്ടെത്തിയില്ല. എന്റെ മനസ്സെപ്പോഴും ആ ദ്വീപിലായിരുന്നു. എന്റെ ഏകാന്തതയുടെ, എന്റെ അതിജീവനത്തിന്റെ, എന്റെ സന്തോഷത്തിന്റെ ആ ചെറിയ ലോകത്ത്. കഥ ഇവിടെ തീരുകയാണ്.
റോബിൻസൺ ക്രൂസോയുടെ ജീവിതത്തിന്റെ ഒരേടു മാത്രം. തിരമാലകൾ ഒരുപാട് കഥകൾ പറയും. ചിലത് സന്തോഷത്തിന്റെ, ചിലത് ദുഃഖത്തിന്റെ, ചിലത് അതിജീവനത്തിന്റെ. ഈ രാത്രി ഈ കഥ നിങ്ങളുടെ കാതുകളിൽ ഒരു താരാട്ടുപാട്ടായി അലിയട്ടെ. ക്രൂസോയുടെ ഏകാന്തതയെക്കുറിച്ചോ അവന്റെ പോരാട്ടങ്ങളെക്കുറിച്ചോ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. എല്ലാം കഴിഞ്ഞുപോലെ കാലമാണ്, ഒരു സ്വപ്നം പോലെ. ഇപ്പോൾ പുറത്ത് ലോകം ശാന്തമാണ്. നിങ്ങളുടെ മുറിയിലെ ഇരുട്ട് നിങ്ങളെ പൊതിയുന്നു. ഈ കഥയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ മെല്ലെ ഉറക്കത്തിലേക്ക് നയിക്കട്ടെ. ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകി ഒരു സ്വപ്നത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ വഴുതി വീഴുക. കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും നിങ്ങളെ കൂടുതൽ ശാന്തരാക്കുന്നു. ഈ രാത്രി നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം നൽകട്ടെ. നല്ല സ്വപ്നങ്ങൾ കാണുക. ശുഭരാത്രി.